നമ്മുടെ പ്രൈവറ്റ് പാർട്സുകൾ ഒരു ഡോക്ടറുടെ മുമ്പിൽ പോയി ഇരിക്കാനുള്ളൊരു മടിയും. അപ്പോൾ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യമുന റാണി. അമ്മയും IRIAയും സ്വസ്തി ഫൗണ്ടേഷനും കൂടി ചേർന്ന് അമ്മയിലുള്ള വനിതാ അംഗങ്ങൾക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കും ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനിങ്ങും മറ്റ് ടെസ്റ്റുകളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ളൊരു മെഡിക്കൽ ക്യാമ്പായിരുന്നു. ഒക്ടോബർ മാസം നമ്മൾ പിങ്ക് മാസം എന്നാണ് അറിയപ്പെടുന്നത്. പ്രതീക്ഷയുടെയും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ മാസം. ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് ശരിക്കും അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ ജനങ്ങളിലേക്കും എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു സത്യമായ മരണകാരണമല്ല, അല്ലെങ്കിൽ അതൊരു മരണമല്ല. ഏർലി ഡിറ്റക്ഷൻ, നമ്മൾ ആദ്യം തന്നെ കുറേ മുന്നേ തന്നെ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നുകളിലൂടെയും ഇപ്പോൾ ഒരുപാട് ചികിത്സകൾ വന്നിട്ടുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു രോഗമാണ്. ഇന്നും പക്ഷേ നമുക്കെല്ലാവർക്കും ഭയമാണ്. ആ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായി ഞാനിന്ന് തിരുവനന്തപുരത്തുള്ള GG ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. ശരിക്കും പേടിച്ചിട്ടാണ് വന്നത്. ഇത് വേദന ഉണ്ടാക്കുമോ? ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുമോ? പിന്നെ നമ്മളിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ പ്രൈവറ്റ് പാർട്സുകൾ ഒരു ഡോക്ടറുടെ മുമ്പിൽ പോയി ഇരിക്കാനുള്ളൊരു മടിയും എല്ലാം കൊണ്ടും ഈ ഒരു ടെസ്റ്റുകൾക്കൊക്കെ എന്താ പറയുക, മുന്നിട്ടിറങ്ങാൻ കുറച്ച് മടിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പം ഞാൻ ഉൾപ്പെടെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടെസ്റ്റിന് വരുന്നതും ആദ്യമായിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നതും. ഇതിന് മുന്നേയൊക്കെ പലപ്പോഴും ഇത് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ചില മടികൾ കാരണം അതിനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു നമ്മുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് എന്തായാലും വന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ വന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ പേടിയും ടെൻഷനും എല്ലാം ഈ ഹോസ്പിറ്റലിൽ വന്ന് ആ ഇറങ്ങിയ നിമിഷം തന്നെ മാറി എന്നുള്ളതാണ്. കാരണം അത്രയും വാം വെൽക്കമാണ് ഇവിടുത്തെ PRO ആയാലും ഡോക്ടേഴ്സ് ആയാലും മറ്റ് സ്റ്റാഫുകളായാലും എല്ലാം നമുക്ക് തന്നെ. അപ്പോഴും തന്നെ ആദ്യത്തെ ഒരു ഇൻട്രാക്ഷനിൽ തന്നെ നമ്മൾ ആ ഉണ്ടായിരുന്നൊരു വലിയൊരു എന്താ പറയുക, നമുക്ക് എങ്ങനെയായിരിക്കും ഇത്, നമുക്ക് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അപ്പം കൂടെ ആരെങ്കിലും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വന്നിറങ്ങുമ്പോൾ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. വളരെ പ്ലീസിങ് ആയിരുന്നു എല്ലാവരും. ടെസ്റ്റുകളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഒരു പെയിനോ ഒന്നും അറിഞ്ഞില്ലെന്നുള്ളതാണ്. വളരെ ലാഘവത്തോടാണ് അത് ടെസ്റ്റുകളൊക്കെ ഡോക്ടർ ചെയ്തതും സ്റ്റാഫുകളായാലും വളരെ എന്താ പറയുക, ഭയങ്കര സ്നേഹത്തോടെ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും. എന്നിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് എല്ലാവരും മറ്റ് നിങ്ങളുടെ മുന്നിലേക്കും ജനങ്ങളുടെ മുന്നിലേക്കും കൂടി ഇതൊന്ന് പറയണം എന്ന് തോന്നി. കാരണം 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഉറപ്പായിട്ടും ഈ മാമോഗ്രാം ടെസ്റ്റും അൾട്രാസൗണ്ട് ടെസ്റ്റും തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. കാരണം ആദ്യം തന്നെ നമുക്ക് ഈ രോഗം കണ്ടുപിടിച്ചാൽ പിന്നീട് അങ്ങോട്ട് വരുന്ന മറ്റ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളായാലും ശരി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും ശരി, ഒന്നും നേരിടേണ്ടി വരത്തില്ല. ആദ്യം തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് മെഡിസിനിലൂടെ ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, സ്ത്രീകളെല്ലാവരും ഇത് ചെയ്തിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഈ 40 വയസ്സിന് മുന്നേയും ചെയ്യാം, നമുക്ക് മാമോഗ്രാം ചെയ്യാം. പിന്നെ ഈ കുറച്ചൊരു എന്താ പറയുക 10-20 വയസ്സൊക്കെ കഴിയുമ്പം തൊട്ട് പെൺകുട്ടികൾ സ്വയം എല്ലാ മാസവും നമുക്ക് തന്നെ സ്വയം നമ്മുടെ വീട്ടിൽ നമുക്കത് ഒന്ന് ചെയ്തു നോക്കാൻ പറ്റും. അതെല്ലാവർക്കും ഇപ്പോൾ അറിയായിരിക്കും. അതും നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും എല്ലാ മാസവും ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റ് ടൈം മാറ്റി വെച്ചിട്ട് സ്വയം ഒരു ടെസ്റ്റും കൂടെ നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്ത്, അപ്പോൾ അത് ഡോക്ടേഴ്സൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി അറിയാം എങ്ങനെ വേണം അത് നോക്കാൻ എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരാം. ഒരു മടിയും കൂടാതെ ഡോക്ടറെ കാണണം. പ്രത്യേകിച്ച് GGയിലെ ലേഡി ഡോക്ടേഴ്സ്, പിന്നെ ഓൺകോളജിസ്റ്റ് ആയാലും
അവരെല്ലാം ഭയങ്കര ഭയങ്കര സ്നേഹമായിരുന്നു. ഭയങ്കര നമ്മുടെ ഞാൻ അതാ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു ഈ ടെസ്റ്റ് ചെയ്യാൻ വരാൻ. പക്ഷേ ഇവിടെ വന്ന് അവരുമായിട്ടൊക്കെ കണ്ട് സംസാരിച്ച് ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഐ എം വെരി ഹാപ്പി. അപ്പോൾ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടി, ഒരു പ്രശ്നങ്ങളും ഇല്ല, ദൈവം സഹായിച്ച് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അതുകൊണ്ട് വളരെ ഹാപ്പിയായി. കാരണം എനിക്കിപ്പം കുറച്ച് സമാധാനമായി. ഇത്രയും നാളിത് ചെയ്യാത്തതിൻ്റെ ഒരു പേടിയാണ്. കാരണം ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അങ്ങനത്തെ ടെൻഷൻ. പിന്നെ ഇത് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുമോ അങ്ങനത്തെ ടെൻഷൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായില്ല. വളരെ കൂളായിരുന്നു. തീർച്ചയായിട്ടും GG ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് നിങ്ങളൊക്കെ പറ്റുന്ന ടൈം നോക്കി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്ന് കണ്ടിട്ട് ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പം ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മണിയും സേവ് ചെയ്യും. ഓക്കെ, താങ്ക് യു.